ഇങ്ങനൊരു വിധി എനിക്കുണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല. മരിക്കുമ്പോ എന്നോട് പറഞ്ഞത് കുട്ടീനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഇക്കാന്റെ ആഗ്രഹം നിറവേറ്റും? ഞാൻ എവിടെ പോകുന്നത്? ആരുടെ അടുത്തേക്ക് പോകും? പഠിച്ചോനെ, കരയാതെ ഷഹാന, നീ ഞാൻ പറയുന്നു കേക്ക്. ഈ അവസ്ഥയിൽ നീ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ടേ നീ നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്കും പോണത് തന്നെയാണ് നല്ലത്. താത്ത പറയണത് കേക്ക്. ആരൊക്കെ കൈവിട്ടാലും നിന്റെ വാപ്പിയമ്മ നിന്നെ കൈവിടുവോ? നീ അങ്ങോട്ട് തന്നെ പോ ഷഹാന, നിന്റെ വീട്ടിലേക്ക് തന്നെ. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്റെ കുട്ടിക്ക് വേണ്ടിയെങ്കിലും നീ അങ്ങോട്ട് പോ. ഞാനിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കോ? അവരിനെ ധിക്കരിച്ച് ഞാൻ ഇറങ്ങി വന്നതല്ലേ. അതൊക്കെ സ്വീകരിക്കും. നീ ഒന്ന് പോയി നോക്ക്. ഷഹാന, വാപ്പ എന്നോട് ക്ഷമിക്കില്ലേ? നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത്? ഉമ്മ, ഞാൻ വന്നുമ്മ. അതിന് നീ ആരാണ്? ഞങ്ങൾക്ക് ആകെ 2 പെൺമക്കളുണ്ടായിരുന്നു. മൂത്തവള് 1.5 വർഷം മുമ്പ് മരിച്ചു. രണ്ടാമത്തെ അവള് കോളേജിൽ പോയിരിക്കുകയാണ്. ഇനിയും വാപ്പാക്ക് എന്റെ മേലെയുള്ള ദേഷ്യം മാറിയില്ലേ? വാപ്പ എന്നോട് ക്ഷമിക്കില്ലേ? അതിന് നിന്നോട് ക്ഷമിക്കാൻ ഞങ്ങളാരാണ്? നീ ഞങ്ങൾക്ക് ആരുമല്ല. ഞങ്ങൾക്ക് ആകെ ഒരു മകള് തന്നെ ഉള്ളൂ. നീ നിന്റെ കാര്യം നോക്കി പോയതല്ലേ. ഇനിയുള്ള സമാധാനം കൂടി ഞങ്ങളുടെ കളയാണ്ടേ നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. പാപ്പാക്ക് ഇപ്പൊ ഞാനിവിടെ വന്ന അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണ്. ഇക്കപ്പ എന്റെ കൂടെ ഇല്ല. ഇക്ക മരിച്ചു. ഇപ്പൊ ഞാൻ ഗർഭിണിയാണ്. എനിക്ക് 8 മാസം കഴിഞ്ഞു. നിങ്ങളും കൂടി എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എവിടെ പോകും? എനിക്ക് വേറെ ആരാ ഉള്ളത്? ഇപ്പൊ ഞാൻ നിന്നെ ഈ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ എന്റെ രണ്ടാമത്തെ മകളെ ഞാൻ എന്ത് ചെയ്യും? അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണ്ടേ? മൂത്തവൾ ഇങ്ങനെ പോയവളാണെന്ന് പറഞ്ഞാൽ അവളിൽ ആര് കെട്ടിക്കൊണ്ടു പോകും? അതുകൊണ്ട് ഇപ്പൊ മറ്റുള്ളവരടുത്ത് സഹതാപം കാണിക്കേണ്ട അവസ്ഥയിലല്ല ഞാനുള്ളത്. ജമീല, സഹതാപം തോന്നിയിട്ടേ വഴി കൂടെ പോകുന്ന ആൾക്കാരെ ഒന്നും വീട്ടിൽ വിളിച്ചു കയറ്റണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വീട്ടിന്റെ പുറത്ത് പോകേണ്ടി വരും. പാപ്പ അങ്ങനെ പറയണ്ട പാപ്പ. ഉമ്മ, ഞാൻ എവിടെ പോകുമ്മ? ഇനി നിങ്ങൾ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലേ? ഉമ്മ, ഷഹാന, എന്താ നീ വീണ്ടും തിരിച്ചു വന്നത്? നീ നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്കും പോയില്ലേ? പോയി. പക്ഷെ അവരെന്നെ അവിടെ കയറ്റിയില്ല. എന്താ നീ പറയുന്നത്? നിന്റെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ടും നീ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും നിന്നെ അവര് കയറ്റിയില്ലേ? സാരമില്ല, നീ കരയണ്ട. ഞാനും ജീവിക്കണല്ലോ ഒറ്റയ്ക്ക്. എന്റെ 2 മക്കളെയും വെച്ചിട്ട്. എനിക്കും ആരാ ഉണ്ടായിരുന്നത്? ഇതുപോലെ ഒരു അവസ്ഥയിലാണ് എന്റെ ഭർത്താവ് മരിച്ചത്. എന്നിട്ട് ഞാൻ ജീവിച്ചില്ലേ? നിന്റെ അവസ്ഥ എന്റെ പോലെ തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യ് ഷഹാന, നീ എന്റെ ഒപ്പം തന്നെ ഇരിക്കും. ഞാൻ നിന്നെ നോക്കിക്കോളാം. താത്ത, എനിക്കും എന്തെങ്കിലും ജോലി ശരിയാക്കി താ. എന്നാ പിന്നെ ഞാനും താത്താനെ സഹായിക്കാം. എന്തെങ്കിലും വീട്ടു ജോലി ആയാലും മതി. നീ ഈ വയറും വെച്ചിട്ട് പണിക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഞാൻ നോക്കിക്കോളാം നിന്നെ. എന്റെ 2 മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണില്ലേ? അതിന്റെ ഒപ്പം എനിക്കും കുറച്ച് ഭക്ഷണം തരണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അല്ല താത്ത, താത്താക്കും 2 കുട്ടികളുള്ളതല്ലേ. ഞാനും താത്താനെ സഹായിക്കാം. ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ എനിക്കും കുട്ടി ഉണ്ടാവുമല്ലോ. ആ കുട്ടിനെയും വളർത്തണ്ടേ. ഞാനും വരാം വീട്ടുപണിക്ക്. എന്നാ പിന്നെ എനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഞാൻ പണിക്ക് പോകണ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടിൽ കുറേ ദിവസമായി അവർ ഒരാളിനെ കിട്ടുമോ ചോദിക്കുന്നത്. എന്നാ പിന്നെ ഞാൻ നിന്റെ കാര്യം പറയാം. ശരി താത്ത, ഞാനും വരാം. നീ വല്ലതും കഴിച്ചാ? ഇല്ല. എന്നാ വാ, വല്ലതും കഴിക്കാം. വാ.
ഉമ്മ എനിക്ക് പേടിയാവണമ്മ. ഉമ്മ പ്രാർത്ഥിക്കട്ടോളിമ്മ. ഒന്നും ഉണ്ടാവില്ല നിനക്ക്. നീ പോയിട്ട് വാ. ഒന്നും ഉണ്ടാവില്ല. നീ സമാധാനത്തിൽ പോയിട്ട് വാ മകളെ. ഉമ്മ എനിക്ക് പേടിയാവണമ്മ. നീ പേടിക്കണ്ട, ഞാനല്ലേ പറയണത്. പഠിച്ചോ നമുക്ക് ഈ കുട്ടിനെ തരും, എനിക്ക് ഉറപ്പുണ്ട്. ഉമ്മ പ്രാർത്ഥിക്കട്ടോളിമ്മ. പ്രാർത്ഥിക്കാം മോളെ, നീ പോ. പഠിച്ചോനെ എൻ്റെ കുട്ടിനെ കാക്കണേറാവേ. ഈ കുട്ടിനെങ്കിലും എൻ്റെ മകൾക്ക് കൊടുക്കണേ. ഉമ്മ എന്തിനാ കരയുന്നത്? എന്റെ മോള്, അവൾക്ക് എന്താകുമെന്നാണ് എന്റെ പേടി. ഉമ്മാന്റെ മകളുടെ ആദ്യത്തെ പ്രസവമാണോ ഇത്? അല്ല മോളെ, ഇത് അവളുടെ 4ാമത്തെ പ്രസവമാണ്. ഇതിനു മുമ്പ് 3 കുട്ടികളെ പ്രസവിച്ചു. 3 കുട്ടികളും ജനിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടാണ് പ്രസവിച്ചത്. ഈ കുട്ടിനെങ്കിലും അവൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവളെ ജീവനോടെ എനിക്ക് കാണാൻ പറ്റില്ല. ഈ കുട്ടിനെങ്കിലും പഠിച്ചവൻ അവൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. മുമ്പത്തെ പ്രസവത്തിലൊക്കെ ഇങ്ങനെ കുട്ടികൾ മരിക്കുന്ന കാരണം അവൾക്ക് ആകെ സമനില തെറ്റിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുറെ ഡോക്ടർമാരെ കാണിച്ചു, കുറെ ചികിത്സയൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ഈ കുട്ടിനെ കൂടി അവൾക്ക് നഷ്ടമായി കഴിഞ്ഞ പിന്നെ എന്റെ മകള്. നീയും പ്രസവിക്കാൻ വന്നതാണോ? ആമാ. നിന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? ഇല്ല, എന്റെ കൂടെ ആരുമില്ല. അതെന്താ മോളെ കൂടെ ആരെയും വിളിച്ചില്ല? ഷഹാന, അതാ നിന്നെ വിളിക്കണു. കുഴപ്പമൊന്നുമില്ലല്ലോ ഷഹാന. കുട്ടനെ കുളിപ്പിക്കാൻ കൊണ്ടുവരികയാണ്, ഇപ്പം കൊണ്ടുവരും. ഷഹാനക്ക് പെൺകുട്ടിയാണ്. ഡോക്ടർ, റിസേൻ്റെ കുട്ടി മരിച്ചു. ശരി ശരി, കുട്ടി മരിച്ച കാര്യം ആരും തൽക്കാലം ഇപ്പോൾ റസിയാനോട് പറയണ്ട. അത് റസിയാൻ്റെ ജീവന് തന്നെ ആപത്താണ്, കേട്ടല്ലോ. എല്ലാം ദൈവനിശ്ചയമല്ലേ. ഈ കുട്ടിയെങ്കിലും മരിക്കാതെ കിട്ടുമെന്ന് വിചാരിച്ചു. ഇത്രയും സ്വത്തും മുതലുണ്ടായിട്ടും എന്താണ് കാര്യം? ഉമ്മാന്ന് വിളിക്കാൻ മക്കളില്ലല്ലോ. ഷഹാന കടന്നോളൂ, കുട്ടനെ ഇപ്പോൾ കൊണ്ടുവരും. പാവം തന്നെ ആ ഉമ്മയും മോളും. ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. എല്ലാം വിധിയല്ലേ, എന്താ ചെയ്യുക? ഡോക്ടർ, എന്തു പറ്റി ഷഹാന? ഡോക്ടർ, ഞാനൊരു അനാഥയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ഹേയ് ഷഹാന, കൂൾ കൂൾ. അതിനെന്താണ്, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഷഹാനക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കും. അതല്ല ഡോക്ടർ, എൻ്റെ കുട്ടിനെ നന്നായി പഠിപ്പിച്ച് വളർത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. റസിയാന്റെ താനിങ്ങനെ പാനിക്കാവല്ലേ. മരിച്ച കുട്ടി എൻ്റെ അടുത്ത് കടത്തിയിട്ട് എൻ്റെ കുട്ടിനെ റസിയാന്റെ അടുത്തേക്ക് കടത്തിക്കോ ഡോക്ടർ. റസിയാന്റെ ജീവൻ രക്ഷപ്പെടുമല്ലോ. ഞാനിപ്പോ ആലോചിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ, എൻ്റെ കുട്ടി നന്നായി വളരുമല്ലോ. എനിക്കത് മതി. എൻ്റെ ഇക്കാൻ്റെ ആഗ്രഹമായിരുന്നു മരിക്കുമ്പോൾ കുട്ടിനെ നന്നായി വളർത്തണം, നന്നായി പഠിപ്പിക്കണമെന്ന്. എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് അതിനൊന്നും ആവില്ല ഡോക്ടർ. എന്നെ ഡോക്ടർ ഒന്ന് രക്ഷിക്കണം. ഈ കുട്ടിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹങ്ങളും നടക്കും. റസിയാക്കും ജീവിതം കിട്ടും, എൻ്റെ കുട്ടി നന്നായി അവൻ്റെ കൂടെ വളരും. ഡോക്ടർ പ്ലീസ് ഡോക്ടർ. ഷഹാന, താൻ എന്തൊക്കെയാ പറയണത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ പിന്നീട് പ്രശ്നമാവും ഞങ്ങൾക്ക്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. താനൊന്നും ചിന്തിക്കണ്ട ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, ഞാനിത് ആരോടും പറയില്ല ഡോക്ടർ. എന്നാ മരിക്കുന്ന വരെ ആരോടത്തും പറയില്ല ഡോക്ടർ, സത്യമായിട്ടും. പ്ലീസ് ഡോക്ടർ. ഡോക്ടർ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യില്ലേ? ഡോക്ടർ, തനിക്ക് തൻ്റെ കുട്ടിനെ കാണണ്ടേ? എടുത്തിട്ട് വരാം. ഷഹാന, താ നോക്കൂ, തൻ്റെ കുട്ടി.
ഡോക്ടർ പ്ലീസ് ഡോക്ടർ, ഈ കുട്ടീനെ റസിയാൻ്റെ അടുത്ത് കടത്തിയിട്ട് റസിയാൻ്റെ കുട്ടീനെ എൻ്റെ അടുത്ത് കടത്തിടും. സത്യമായിട്ട് ഞാനിത് ആരോടും പറയില്ല. പ്ലീസ് ഡോക്ടർ, പ്ലീസ് ഡോക്ടർ. നോക്കുമ്പോ കുട്ടിനെ അങ്ങനെ എന്നെ പോലെ തന്നെ ഉണ്ടല്ലുമ്മ. നല്ല കളറുണ്ട് അല്ലേ? കണ്ട മൂക്കൊക്കെ നോക്ക്. മൂക്കിനെയൊക്കെ നന്നായി എടുത്തു വിടണം വീട്ടിൽ പോയിട്ട്. അമ്മ അവിടെ ആരോ നിക്കണു. ആ കുട്ടിയെ, എന്താ നീ അവിടെ നിക്കണ്? നീയും എന്റെ മകള് പ്രസവിച്ച അന്നല്ലേ പ്രസവിച്ചത്? ആ അതെ, എന്നെ ഡിസ്ചാർജ് ചെയ്തു. എവിടെ നിന്റെ കുട്ടി? അപ്പൊ നിന്റെ കുട്ടി മരിച്ച മോളെ? പഠിച്ചോനെ, നമ്മൾ നൊന്ത് പ്രസവിച്ച കുട്ടികൾ നമ്മുടെ കണ്ണു മുമ്പിൽ തന്നെ മരിച്ച് പ്രസവിക്കുമ്പോൾ ഉണ്ടാകുമ്പോ ആ അവസ്ഥയുണ്ടല്ലോ, അത് ഞാൻ അനുഭവിച്ചാണ്. എൻ്റെ 3 കുട്ടികൾ ഞാൻ അങ്ങനെയാണ് പ്രസവിച്ചത്. പഠിച്ചോനെ, ഇപ്പോഴാണ് എനിക്കൊരു കുട്ടീനെ തന്നത്. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അമ്മ, ഞാൻ ആ കുട്ടീനെ ഇത്തിരി എടുക്കട്ടെ? പിന്നെന്താണ്, നീ എടുത്തോ. നീ ഒരു ഉമ്മയല്ലേ, നിനക്ക് വലിയ ആഗ്രഹങ്ങള് കുട്ടിനെ എടുക്കാൻ. എന്നാ നീ എടുത്തോ. എന്താ മോളെ ചെയ്യുക? നോക്കി നോക്കി ഇരുന്ന് ഇപ്പോഴാണ് എൻ്റെ മകൾക്ക് ഒരു കുട്ടിനെ കിട്ടിയത്. പക്ഷെ അതിന്റെ വീതി നോക്ക്. ആ കുട്ടിക്ക് കൊടുക്കാൻ അവൾക്ക് ഇപ്പൊ പാലില്ലാണ്ടായി. അവൾക്ക് ഓപ്പറേഷൻ ആണല്ലോ. മോളെ, നീയും എന്റെ മോളും ഒരേ ദിവസമല്ലേ പ്രസവിച്ചത്? നീ ഇത്തിരി ആ കുട്ടിക്ക് ഇത്തിരി പാല് കൊടുക്കുവോ? എന്റെ മോൾക്ക് കൊടുക്കാൻ പാലില്ലല്ലോ, നീ ഇത്തിരി കൊടുക്കുവോ? ആ അതിനെന്താണ്, ഞാൻ കൊടുക്കാലോ. എന്താ നിന്റെ പേര്? ഷഹാന. ഞങ്ങൾക്കും തന്നെയാണ് ഡിസ്ചാർജ്. അപ്പൊ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിട്ട്. എനിക്കും പോകാനായല്ലോ അല്ലെ? എന്നാ പിന്നെ കുട്ടിനെ ഇവിടെ കടത്തിയിട്ട് എന്നാ നീ മോള് പോയിക്കോ. എന്നാ ശരി. ഒന്ന് നിൽക്കുവോ? ഷഹാന, കുട്ടീനെ നോക്കാൻ ഒരാളിനെ കിട്ടുമോ? കുട്ടീനെ നോക്കാൻ ഒരാളിനെ നിർത്തണം എന്ന് വിചാരിക്കുകയാണേ. ഇവൾക്കാണെങ്കിൽ വയ്യാലോ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ കുട്ടീനെ നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിന്റെ അറിവിൽ വല്ല ആൾക്കാരുണ്ടാ? എന്നാ ഞാൻ തന്നെ വരട്ടെ. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടീനെ നന്നായി നോക്കുകയും ചെയ്യാം. ഞാൻ എന്റെ സ്വന്തം കുട്ടീനെ പോലെ തന്നെ നോക്കാം. ഈ കുട്ടിക്ക് പാലും കൊടുക്കാം. ആ, നീ നിൽക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷം തന്നെ. നിനക്ക് എത്രയും ശമ്പളം വേണ്ടത്? ശമ്പളമാ? ശമ്പളമൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ എന്ത് തന്നാലും കുഴപ്പമില്ല. എന്നെ അവിടെ നിർത്തിയാൽ മാത്രം മതി ഈ കുട്ടീനെ നോക്കാൻ. എന്നാ പിന്നെ നീ കുട്ടീനെ എടുത്ത് നടന്നോ. ഞാൻ ഈ ബാഗ് എടുത്തിട്ട് അവളെയും കൂട്ടിയിട്ട് വരാം. കണ്ട മോളെ, പടച്ചോൻ നമ്മളെ കൈവിടില്ല. കണ്ടില്ലേ, കുട്ടീനെ നോക്കാനും ഒരാളിനെ കിട്ടിയത്. അവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം പിടിച്ച പെണ്ണാണ്. പ്രസവത്തിന് വരുമ്പോഴും കൂടെ ആരും വന്നിട്ടില്ല എന്ന്. പാവം, അവളുടെ കുട്ടിയും മരിച്ചു. അതിൻ്റെ നല്ല സങ്കടമുണ്ട് മുഖത്ത്. കണ്ടില്ലേ, നമ്മുടെ കുട്ടീനെ എടുക്കട്ടെ എന്ന് ചോദിച്ചിരിക്കണേ. നോക്കിക്കോ, നമ്മുടെ കുട്ടീനെ അവളുടെ സ്വന്തം കുട്ടീനെ പോലെ തന്നെ വളർത്തും. ഒരു പേടിയും വേണ്ട. പടച്ചവനായിട്ട് കൊണ്ട് തന്നതാണ് നമുക്ക് അവളെ. വാ, എണിക്ക്, നമുക്ക് പോവാം.